നമസ്കാരം. രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചയാൾ മരിച്ചപ്പോൾ രണ്ട് മതാചാര പ്രകാരം സംസ്കാര ചടങ്ങുകൾ. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് സംഭവം. കാരക്കുടി സ്വദേശിയായ അൻവർ ഹുസൈൻ എന്ന ബാലസുബ്രഹ്മണ്യന്റെ സംസ്കാരമാണ് ഹൈന്ദവ ഇസ്ലാം വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളോടെ നടത്തിയത്. രണ്ട് ഭാര്യമാർ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ മദ്രാസ് ഹൈക്കോടതിയാണ് രണ്ട് മതാചാര പ്രകാരവും സംസ്കാര ചടങ്ങുകൾ നടത്താൻ അനുമതി നൽകിയത്. ഇയാളുടെ ആദ്യ ഭാര്യ ശാന്തിയും രണ്ടാം ഭാര്യ ഫാത്തിമയും തമ്മിലുള്ള തർക്കമാണ് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് വരെ എത്തിയത്. സർക്കാർ ബസ് ഡ്രൈവറായിരുന്ന ബാലസുബ്രഹ്മണ്യൻ 2019 ആദ്യ ഭാര്യ ശാന്തിയിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു. എന്നാൽ ശാന്തിയുടെ അപ്പീലിനെ തുടർന്ന് കോടതി വിവാഹമോചനം റദ്ദാക്കി. ഇതിനിടെ ഫാത്തിമയെ വിവാഹം ചെയ്ത ബാലസുബ്രഹ്മണ്യൻ മതം മാറുകയും അൻവർ ഹുസൈൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഫെബ്രുവരി 17 ഇദ്ദേഹം മരിച്ചത്. നിയമപ്രകാരം താനാണ് ഭാര്യയെന്നും മൃതദേഹം വിട്ടുകിട്ടണമെന്നും ചൂണ്ടിക്കാട്ടി ശാന്തി പോലീസിനെ സമീപിച്ചു. ഫാത്തിമയും അവകാശവാദം ഉന്നയിച്ചതിനാൽ മൃതദേഹം കാരക്കുടി സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചു. ശാന്തിയുടെ ഹർജി ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥൻ അടിയന്തരമായി പരിഗണിക്കുകയായിരുന്നു. മൃതദേഹം ആദ്യം ശാന്തിക്ക് വിട്ടു നൽകാനും അരമണിക്കൂർ സമയം ഇവരുടെ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ നടത്താനും കോടതി നിർദ്ദേശിച്ചു. ഈ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഫാത്തിമയ്ക്ക് കൈമാറണം. പിന്നീട് ഇവർക്ക് ഇസ്ലാം വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളോടെ അടക്കം ചെയ്യാനുള്ള അനുമതിയും നൽകി. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം ചടങ്ങുകൾ നടന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ചർച്ചയിലൂടെ വീതം വയ്ക്കാനും ധാരണയായി.